മൂന്നാമത് നമ്മൾ അറിയേണ്ട നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഉരുത്തിരിഞ്ഞു വരുന്നൊരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗങ്ങളുടെ ചികിത്സക്കായി പറഞ്ഞിരിക്കുന്നത് മന്ത്രങ്ങളല്ല, മന്ത്രങ്ങൾ കൊണ്ട് മതിയാക്കാനും പറഞ്ഞില്ല. ചില കാര്യങ്ങൾ അറിയാണ്ടിരുന്ന ഭാഗ്യമാണല്ലോ. പള്ളിയിൽ തമാശ പറയാൻ പാടില്ല. പക്ഷെ ഒരു സുഹൃത്തിനോട് ഒരിക്കൽ പറഞ്ഞു, അയാളൊരു സസ്യബുക്കായ ഒരാൾക്ക് മാംസാഹാരം കൊണ്ടേ കൊടുത്തു, ഇംഗ്ലീഷുകാരന്. അപ്പം അയാൾ ഇംഗ്ലീഷിൽ കുറേ പുളിച്ച തെറി പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇംഗ്ലീഷ് പഠിക്കാത്തതുകൊണ്ടുള്ള സുഖം അനുഭവിച്ച ദിവസമാണ്. കാരണം അയാൾ പറഞ്ഞ തീത്തൊന്നും എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇതാണ് അത്. നിങ്ങൾക്ക് പലതും അറിയാത്തത് കൊണ്ടൊരു പ്രയോജനമുണ്ട്. എന്താണെന്നറിയോ? ഇന്ന് ലോകത്ത് എന്താ നടക്കുന്നത് നിങ്ങൾക്കറിയോ? സാധാരണ തെരഞ്ഞാൽ കിട്ടുന്ന 3-4 ചാനലുകൾ 24 മണിക്കൂറും മന്ത്രിക്കാനായിട്ടുണ്ട്. ഈ പരിപാടിക്ക് വേണ്ടി മാത്രം ലോകത്തിന്റെ വിവിധ മുസ്ലിം പ്രദേശങ്ങളിൽ ഖുർആനിക് ക്ലിനിക്കുകൾ തുറന്നുകൊണ്ട് ചികിത്സ നടക്കുകയാണ്. എന്നിട്ട് ഞാൻ ആദ്യം വിചാരിച്ച് തമാശ പറയാണെന്ന്. അതിന്റെ വിശദങ്ങൾ അറിയണം. ഓരോരുത്തരെയും ഊതാൻ കഴിയാത്തതുകൊണ്ട് മൈക്രോഫോണിലൂടെ ഊതുന്നത്. ഇത് തമാശയല്ല. ഇന്ന് ലോകത്തെ മുസ്ലിങ്ങളുടെ ചിത്രാണ് ഈ പറഞ്ഞേ. ലോകത്തെ ആളുകൾ കൂട്ടത്തോടെ ഇയാൾ പറയുന്ന സ്ഥലത്ത് ഓരോരുത്തരും പോയി ഊതാൻ നേരല്ല. അതുകൊണ്ട് എല്ലാവരോടും ഹോണിന്റെ താഴത്ത് വെക്കാൻ മൂപ്പരൊരു ഊത്തൂതുക, അത് മതി ആളുകൾക്ക്. ടാങ്കിലാണ് ഊതുന്നത് പോലും. അപ്പൊ ആരോ പറഞ്ഞു നമ്മുടെ നാട്ടിൽ കിണറ്റിൽ ഊതി വെച്ചിട്ടുണ്ട്. ഇത് ഏതോ കിണറ്റിൽ ഒന്നായിട്ട് ഊതി വെച്ചിക്കണോ, അല്ലെങ്കിൽ വരണ വെള്ളം വരെ. അപ്പൊ ഒന്നായിട്ട് ഊതി വെച്ചിരിക്കുകയാണ് പോലും. എന്നിട്ട് അത് പിന്നെ ടാങ്കിലെ വെള്ളം അല്ലെങ്കിൽ ഇതുപോലെ ഈ മിനറൽ വാട്ടറിന്റെ ബോട്ടിലും ആൾക്കാർ എടുത്തുകൊണ്ട് പോവാണ്. ഇതൊക്കെയാണ് ഒന്നായിട്ട് ഊതാനുള്ള തെളിവ്. എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനും ഹുസൈനും വേണ്ടി ദ്വാരുന്നില്ലേ? അപ്പൊ പിന്നെ എല്ലാവർക്കും കൂടി ജമാഅത്തിന് വേണ്ടി, കാരണം അവർക്ക് നേരല്ല. എന്നിട്ട് ഈ ആളുകൾ കോടികളാ സമ്പാദിക്കുന്നത്. സൗദി അറേബ്യയില് ലൊംബ്രി എന്ന് പറയുന്ന ഒരാൾ നേരത്തെ ജിന്നിന്റെ കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് കൊല്ലങ്ങളോളം ഇട്ട് ഭരിച്ച ഒരാളാ. ഭരിക്കാന്ന് പറഞ്ഞാൽ ജിന്നിനെ ഇറക്കി അതാക്കി, ഇന്റെ അടുത്ത് ഇന്നാൾ വന്നു, ആ ജിന്നിനെ ഇറക്കിയില്ല. ഇപ്പൊ കുറച്ച് മാസങ്ങൾക്ക് അയാൾ പറഞ്ഞു, ഞാൻ ഇതുവരെ പറഞ്ഞത് മുഴുവൻ നുണേ, ഞാനൊരു ജിന്നിനെ ഇറക്കിയിട്ടുമില്ല, ഒരു ജിന്ന് മനുഷ്യനെ തടിമ കയറുമില്ല, ഇത് വരെ പറഞ്ഞ മുഴുവൻ തുണയാണ്. എങ്ങനെയുണ്ട്? മുസ്ലിം ആളുകൾ പണ്ഡിതന്മാർ ചോദിക്കണം, എവിടെ കുരുത്തം കെട്ടവനെ, എന്നാൽ നീ ഉണ്ടാക്കിയ സമ്പാദ്യം തിരിച്ചുവിട്. അയാൾ ഈ കള്ളത്തരത്തിന്റെ പേരിൽ കോടികൾ സമ്പാദിച്ച ആളുകളെ പറ്റിച്ച ശേഷം അയാൾ പറയാം, ഞാൻ തൗബയിലാണ്, ഞാൻ ഇതുവരെ പറഞ്ഞൊക്കെ നുണയായിരുന്നു, അങ്ങനത്തെ ഒരു സംഭവമില്ല. ഇതാണ് ഈ നടക്കണേ മുഴുവൻ. അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് അയാളെടുത്ത് പോയി മന്ത്രിച്ചപ്പോ ഇയാൾ മന്ത്രിച്ചപ്പോ അങ്ങനല്ല. അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനെ ഒരു പ്രത്യേക ഒരു വ്യക്തി നിശ്ചയിച്ചില്ല. ആർക്ക് വേണ്ടിയും മന്ത്രിച്ചു കൊടുക്കാൻ പ്രാർത്ഥിക്കുകയാണത്. അങ്ങനെ ആകാവുന്നതാണ്. ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തൊരു പ്രത്യേകം നിശ്ചയിച്ച ആൾക്കാരാരുമില്ല. നാലാമത് നമ്മൾ ഓർമ്മിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മന്ത്രങ്ങൾ ഖുർആനിലൂടെ വന്നിരിക്കുന്ന ആയത്തുകളിൽ ഏതെങ്കിലും മന്ത്രമാണെന്ന് നബി പഠിപ്പിച്ചെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെങ്കിൽ അതുമാത്രം നമ്മൾ മന്ത്രങ്ങളായി ചൊല്ലുക. അതിപ്പോൾ എനിക്ക് ക്ലാസ് എന്ന് പറഞ്ഞ് തീർക്കാൻ കഴിയില്ല, ഒരുപാടൊന്നുമില്ല. ഹദീസിന്റെ കിതാബുകളിൽ പ്രാർത്ഥനയുടെ ഭാഗം പറയുന്നിടത്ത് കാണാതെ. ഇനി ചിലതൊക്കെ 7 എണ്ണം 3 എണ്ണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എണ്ണം പറഞ്ഞ മാതിരിയും ചെയ്യാം. ചിലതിനൊക്കെ ഒരു പ്രത്യേക രൂപം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? നാം സ്വയം ഗവേഷണം നടത്തിയതിന്റെ പിന്നാലെ പോകരുത്. നിങ്ങളെന്റെ കൂടെ ഉണ്ടല്ലോ. ഇവിടെ നടക്കുന്ന പരിപാടി മനസ്സിലാക്കേണ്ട ദീനിന്റെ പേരിൽ ഈ സഹാബികൾ ആ നാട്ടുംപുറത്ത് ചെന്നപ്പോ ആ നാട്ടുകാരിലെ നേതാവിന് ഈ വിഷം തീണ്ടിയപ്പോഴ് ഫാത്തിഹ സൂറത്ത് അതിന് പറ്റിയതാണെന്ന് നബി പഠിപ്പിച്ചോന്നല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല, ചൊല്ലി നോക്കിയപ്പോ ഫലമുണ്ടായി. അതുകൊണ്ട് ഇവർ പഠിക്കുന്ന പോണ പോക്ക് മനസ്സിലാക്കുക. അതുകൊണ്ട് എവിടെയൊക്കെ നാം ഏതായത്തോ ഏത് ദിക്റോ ഏത് രോഗത്തിനോ എവിടെയെങ്കിലും പരീക്ഷിച്ചു നോക്കിയിട്ട് ഫലം ഉണ്ടെങ്കിൽ നിർബാധം ഉപയോഗിച്ചോളൂ എന്നാണ് ഈ ആളുകളുടെ ന്യായം. എന്തൊരു വിവരക്കേടാണ് ഈ വലിയ മനുഷ്യന്മാർ പറഞ്ഞതെന്നറിയോ? ഈ വ്യക്തി, ഒരു സഹാബി പോയി ഒരു ഫാത്തിഹ ഓതിയാൽ അത് മുസ്ലിങ്ങളായ നമുക്ക് തെളിവല്ല. നമുക്ക് തെളിവാകുന്നത് പ്രവാചകന്റെ മൗനാനുവാദമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗനാനുവാദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനാനുവാദം നൽകിയത് ഫാത്തിഹ ഓതുന്നതിനാണ്. പിന്നെ മുഅവ്വിദത്തൈനിയാണ്. ഖുർആനിലെ സൂറത്തുകൾ മുഴുവൻ ഉറുമ്പരിക്കാതിരിക്കാനും പാറ്റ വരാതിരിക്കാനും മൂട്ട പോവാനും പെണ്ണിന്റെ മെൻസസ് ക്രമീകരിക്കാനും, ഞാൻ തമാശ പറയില്ല, ഞാൻ കുറച്ച് മുമ്പ് കേട്ട വേറെ വാക്കാണത്, ക്രമീകരിക്കാനും ഒക്കെ ഖുർആനിലെ ആയത്തുകൾ. എന്താ ന്യായം? ഇന്നോടത്ത് ഇന്നോൻ ഓതി നോക്കിയപ്പോൾ ഫലം ഉണ്ടായി. ഇന്നാളൊരാൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഫലം ഉണ്ടായി, മിനിയാന്ന് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഫലം ഉണ്ടായി എന്ന പേരിൽ ക്യാൻസറിനും മറ്റു രോഗങ്ങൾക്കും, മാരകമായ രോഗങ്ങൾക്കും ചെറിയ രോഗങ്ങൾക്കും ഒക്കെ ഇങ്ങനെ നിർബാധം ഉപയോഗിക്കുക എന്നുള്ളതിന് ഒരു രേഖയില്ല, അടിസ്ഥാനമില്ല.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പം അതിൻ്റെ പുസ്തകങ്ങളും മേഖലകളും വായിച്ചാൽ ആകെക്കൂടി പ്രവാചകൻ വന്നത് മന്ത്രം പഠിപ്പിക്കാനാണ് തോന്നിപ്പോവും. മുസ്ലിങ്ങൾ ആശുപത്രികളൊക്കെ കെട്ടിപ്പെറുക്കി പൂട്ടിയിട്ട് ആകെക്കൂടി മന്ത്രിച്ചിരുന്നാൽ മതി തോന്നുന്നു. അങ്ങനല്ല. പറഞ്ഞ ആശയത്തിലേക്ക് ഞാൻ കേന്ദ്രീകരിക്കുകയാണ്. നാലാമത് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മന്ത്രങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് പഠിക്കുക. ഖുർആനിലെ ഏതെല്ലാം വചനങ്ങളെ പ്രവാചകൻ മന്ത്രമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നന്വേഷിക്കുക, അത് പഠിക്കുക. അത് പഠിച്ചിട്ട് അവ ഏത് വിധത്തിൽ ചെയ്യണമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ അത് അള്ളാന്റെ വഹയ്യാ. അത് നമ്മൾ ചോദ്യം ചെയ്യേണ്ടിയില്ല. ആ വിധത്തിൽ അവ ചെയ്യുക, അവിടെ അവസാനിപ്പിക്കുക. അല്ലാതെ സൂറത്ത് സാഫാത്ത് 30 വട്ടം ഓതിയാൽ ഗർഭം ഉണ്ടാവുമെങ്കിൽ എനിക്കും ഇങ്ങൊക്കെ എന്നോ ഗർഭം ഉണ്ടാവണോ? കാരണം 30-ലധികം ഓതിയില്ല നമ്മളൊക്കെ. ഇതുവരെ ഗർഭത്തിന്റെ ഒരു ലക്ഷണം കണ്ടിട്ടില്ല. എന്താ ഈ പറയുന്നത്? അപ്പൊ പറയുന്നത് എന്താ? മുമ്പ് ഏതാണ്ട് എവിടെയൊക്കെ ചികിത്സിച്ചിട്ട് കിട്ടാതെ പോയ ഒരാൾക്ക് നമ്മളെ ആൾക്കാരെ വർത്താനല്ലേ എന്തെല്ലാമാണ് പറയല്. ഞാൻ അത് കണ്ട് ഇത് കണ്ട്. നിഷാണ് ചോദിച്ചു നോക്കും, നീ കണ്ടതാ? അല്ല, കണ്ടോനെ കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ. ഓൻ്റെ അടുത്ത് പോയി ചോദിച്ചു നോക്കേണ്ട വിവരം ഇറങ്ങിൽ ഓനും കണ്ടിട്ടുണ്ടാവില്ല. വല്യമ്മ പറഞ്ഞ് കേട്ടൊരു വിവരം. ഇതാണ് പറഞ്ഞ് വലുതാക്കുക. മലയാളിക്ക് ഇത് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. എന്തെല്ലാം ഓർഡറാ മലയാളി ഇടല് ഖത്തറിൽ. ആ ഓർഡറും സർക്കാരും അറിയില്ലല്ലോ. അപ്പൊ ആ കൂട്ടത്തിലാണത്. അതുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് നീങ്ങാതിരിക്കുക. അഞ്ചാമതായി ആ വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, ഈ വെള്ളത്തിൽ ഊതുക, വെള്ളത്തിൽ അങ്ങനെ ഊതുക, അല്ലെങ്കിൽ കെട്ടുമ്മൽ ഊതുക, അല്ലെങ്കിൽ ഊതിയിട്ടത് കെട്ടുക. ഈ ജാതി ഇനി എനിക്ക് പറഞ്ഞുകൂടെ, ഇങ്ങനെ കുറേ ഉണ്ടല്ലോ. ഒരു രേഖയും ചരിത്ര ഹദീസിലില്ല. പിന്നെ ഇവരെന്താ ചെയ്തെന്നറിയോ? പ്രവാചകൻ കയ്യിൽ ഊതിന്നൊരു വാചകമുണ്ട്, ഞാൻ പറയാ. അപ്പൊ പിന്നെ എവിടെയും ഊതാലോ എന്നാ ഓല വക. പ്രവാചകൻ കയ്യിൽ ഊതി തടവിയുന്നുണ്ട്. ഇവരെന്താ കണ്ടുപിടിക്കലോ? ഒരു സ്ഥലത്ത് ഊതിയോ ഞങ്ങൾക്ക് അത് മതിഞ്ഞ് തോന്നിയോട്ടൊക്കെ ഞങ്ങൾ ഊതും. അപ്പം മരുന്നിലൂതും, എണ്ണപാത്രത്തിലൂതും, പച്ചവെള്ളത്തിലൂതും, എല്ലായിടത്തും ഊതും. ഇങ്ങനുണ്ടോ ദീനുണ്ടൊരു കളി? പ്രവാചകൻ എവിടെയാണ് ഊതിയത് അവിടെ ഊതിക്കോ, ആ വിധത്തിൽ ഊതിക്കോ. ഖലാസ്. വേറെടുക്കത് ബാധകമാക്കാൻ പാടില്ല. പ്രവാചകൻ എന്നാ വെള്ളത്തിൽ ഊതി കുടിക്കാൻ കൊടുത്തത്? പ്രവാചകൻ എന്നാ പിന്നെ മരുന്നിൽ ഊതി കൊടുത്തത്? കെട്ടിലൂതി കെട്ടിയത്? നഫാസാത്ത വിലൊക്കെ അത് കാക്കണെന്ന് ദ്വാരക്കാരാ പറഞ്ഞേ. നഫാസാത്ത വിലൊക്കെ അത് കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങൾ എന്നാണ്. അപ്പൊ അതിന് പൂർവികരായ മുഫസ്സിറുകളൊക്കെ കൊടുത്തിരിക്കുന്നത് സിഹ്ർ ചെയ്യുന്ന പെണ്ണുങ്ങൾ, മാരണം ചെയ്യുന്ന പെണ്ണുങ്ങൾ എന്നൊക്കെയാണ്. നാട്ടിലൊരു സുഹൃത്ത് പറഞ്ഞു, നാട്ടിലൊരു കുപ്രശസ്തമായ ഒരു ജാറത്തിന്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന പെണ്ണുങ്ങളെ പണി അറിയില്ലേ? യാസീൻ ഓതി കെട്ടിയിട്ട് കൊടുക്കലാണല്ലോ. കേട്ടിട്ടേ ഇല്ല. നിങ്ങൾ എവിടെയാണ്? ദുനിയാവിൽ എന്തെല്ലാം നടക്കുന്നത്? തീപ്പെട്ടി കമ്പനിന്റെ അരികത്തുള്ള പെണ്ണുങ്ങൾക്ക് ഒരു സൈഡ് ബിസിനസ് ഉണ്ട്. തീപ്പെട്ടിന്റെ ഈ കമ്പുകൾ ആ റാക്കിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക കൃത്യമായിട്ട്. അതിനൊക്കെ പൈസ കിട്ടും. എന്നിട്ടാണ് ഇവർ മരുന്ന് വെക്കൽ. അതേമാതിരി നാട്ടിലെ പ്രസിദ്ധമായ ജാറങ്ങളോടുള്ള സമീപത്തുള്ള പെണ്ണുങ്ങളുടെ ഒരു കുടിൽ വ്യവസായമാണ് എന്തെന്നറിയോ? 5, 10, 3, 4 കണക്കുകളിൽ യാസീൻ ഓതി കെട്ടിയിട്ട് അവിടെ കൊണ്ടേ കൊടുത്താൽ ഓഫീസിൽ നിന്ന് പൈസ കിട്ടും. നാട്ട് കേരളത്തിൽ ഇപ്പോഴും നടക്കുന്ന സംഗതിയാ. പള്ളിയിലല്ലേ, അല്ലെങ്കിലും കള്ളം പറയാറില്ല, പ്രത്യേകിച്ച് അന്വേഷിച്ചിട്ടേ പറയാറുള്ളൂ. ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങളാ. അപ്പൊ എന്താണ്? സ്ത്രീ അവിടെ നിന്നൊരു യാസീൻ ഓതി നൂലുമുലൊരു കെട്ടിട്ട്, വേറൊരു യാസീൻ ഓതി വേറൊരു കെട്ടിട്ട്. എന്തൊരു ഹിക്കുമത്താന്നറിയോ? ഏത് കെട്ടുമുല് നിൽക്കണ യാസീൻ. അങ്ങനെ 3, 4 കെട്ട് കെട്ടിയിട്ട് ഈ കയറിന്റെ കൂട്ടേറ്റ് ആ ഓഫീസിൽ കൊണ്ടേ കൊടുത്താൽ ഈ കെട്ടടിസ്ഥാനത്തിൽ പൈസ കൊടുക്കുമല്ലോ. കണ്ടങ്ങള് കെട്ടിൽ ഒതുണി പണ്ടാറങ്ങളെ ചെറുന്ന് കാക്കണേന്ന് വരക്കാൻ പറഞ്ഞത് വെറുതെ അല്ല. ഈ ആയത്തിന് അങ്ങനെ ഒരു അർത്ഥം പൂർവികന്മാർ പറഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഈ ആയത്ത് അള്ളാഹു വ്യാപകമായാ പറഞ്ഞത്. പേരെടുത്ത് പറയാതെ ഊതുന്നവർ ആണ് പെണ്ണുങ്ങൾ എന്ന അർത്ഥമുണ്ട്. അത്ര തന്നെ കെട്ടുകളിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്.